ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദന. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിനോടൊത്ത് 40 ദിനങ്ങൾ എന്ന വചന ധ്യാന പദ്ധതിയിലൂടെ ഈ നോമ്പുകാലം ധന്യമാക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാനും ശക്തീകരിക്കപ്പെടാനും നമ്മെ ഏറെ സഹായിക്കുന്ന ഈ വചന ധ്യാനത്തിലൂടെ കർത്താവിനോട് കുറച്ചുകൂടി അടുക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കുവാനും നമുക്ക് ശ്രമിക്കാം. പ്രത്യേകമായി ഇന്ന് 26-ാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വിചിന്തനത്തിനായി നമ്മൾ സ്വീകരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് നീ കൽപ്പിക്കണമേ. ഈശോ അവനോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ സ്വയം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ ഞാൻ പണിയും, അതിനെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിച്ച് തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, അല്ലയോ ഭോഷ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത്, ഈ വലിയ നോമ്പുകാലത്ത് യേശുവിൻ്റെ അടുത്തിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുകയും ആ വചനത്തെ ധ്യാന വിഷയമാക്കുകയും ചെയ്യുന്നവരായ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസത്തിലും കർത്താവ് നൽകുന്ന സന്ദേശങ്ങളാണ് വിചിന്തന വിഷയങ്ങളായി നമ്മൾ സ്വീകരിച്ചത്. ഓരോ ദിവസവും ഈശോ നമ്മളോട് നമ്മുടെ ജീവിത വിജയത്തിനും നന്മയ്ക്കും ആവശ്യമായ ഓരോരോ കാര്യങ്ങളാണ് അവിടുത്തെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ വിചിന്തന വിഷയം ഭോഷനായ ധനികൻ്റെ ഉപമയെ സംബന്ധിച്ചതാണ്. എൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ധനികനായ മനുഷ്യൻ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. അവൻ്റെ യേശുവിൻ്റെ മഹത്വവും പ്രതാപവും കണ്ട് മനസ്സിലാക്കിയ ആ ഒരു സാഹചര്യത്തിലാണ് ആ ജനക്കൂട്ടത്തിലെ പ്രമുഖനായ ഒരാൾ കടന്നു വന്ന് ഈശോയോട് പറയുന്നത്, എൻ്റെ പിതൃസ്വത്ത് സഹോദരനുമായി പങ്കുവയ്ക്കുവാൻ നീ അവനോട് കൽപ്പിക്കണമേ. കർത്താവിനോട് വന്ന് പറഞ്ഞതാ, എൻ്റെ സഹോദരനോട് നീ കൽപ്പിക്കണമേ എന്നാണ് പറഞ്ഞത്. നീ ഓർഡർ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യാൻ പറയണം. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യേശുവിന് അവനോടൊരു ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ധനികനായ ആ മകൻ്റെ സഹോദരന് യേശുവിനോടൊരു അടുപ്പമുണ്ടായിരുന്നതായി അവൻ മനസ്സിലാക്കുന്നു. നമ്മുടെ നാട്ടിലും അതെ, ചില കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ വികാരിച്ചനുമായിട്ട് നല്ല അടുപ്പത്തിലാണെന്ന് കണ്ടാൽ കുടുംബാംഗങ്ങൾ വികാരിച്ചിൻ്റെ അടുത്ത് വന്ന് പറയും, അച്ഛാ അവനെ ഒന്ന് വിളിച്ച് അച്ഛൻ സംസാരിക്കണം.
ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പറയണം, അച്ഛൻ പറഞ്ഞാൽ അത് നടക്കും, അവനോട് അച്ഛൻ പറഞ്ഞാൽ മതി ചെയ്തു തരും എന്ന് കുടുംബാംഗങ്ങൾ വന്ന് പറയാറുണ്ട്. അതേ ഫ്രീഡത്തോടു കൂടിയാണ് യേശുവിൻ്റെ അടുത്ത് അവനൊരു സ്വാധീനമുണ്ടെന്നും അവന് യേശുവിനോട് അടുപ്പമുണ്ടെന്നും മനസ്സിലാക്കിയ ഈ സഹോദരൻ വന്നാണ് ഈശോയോട് പറയുന്നത്, ഗുരു, ഞങ്ങളുടെ പിതൃസ്വത്ത് എൻ്റെ സഹോദരനുമായിട്ട് പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ എനിക്കുമായിട്ട് കൂടി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് നീ കൽപ്പിക്കണമേ. ഉടനെ ഈശോ ചോദിക്കുന്നത്, നിൻ്റെ സ്വത്ത് ഭാഗിക്കുന്നവനായി ന്യായാധിപനായി ആരാണ് എന്നെ നിയമിച്ചത്? കാരണം എൻ്റെ ദൗത്യം അതല്ല, ഈ പ്രശ്നങ്ങൾ തീർക്കുക, കോടതിയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് ആ അവസരത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ പ്രഖ്യാതമായ ഈ ഉപമ നമുക്കായിട്ട് നൽകിയത്. ഉടനെ ഈശോ അവരോട് പറയുകയാണ്, അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കാനാണ് ഈശോ നമ്മളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജാഗ്രത നമുക്ക് വേണം. ആ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ നീതി അന്യായങ്ങളെക്കുറിച്ച് എല്ലാം ഒരു ജാഗ്രതയും അറിവും നമുക്കുണ്ടായിരിക്കും. ഒരു ജാഗ്രതയുള്ള മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ചില ആളുകളുണ്ട്, ജീവിതത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല. അതുകൊണ്ട് തന്നെ വന്ന വഴി പോവുക എന്നുള്ള അർത്ഥത്തിൽ എല്ലാം എന്ത് വരുന്നോ അതനുസരിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ഈശോ ആഗ്രഹിക്കും. മറിച്ച് നമ്മുടെ ജീവിതത്തിനൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഒരു ലക്ഷ്യമില്ലാത്ത ആളുകളെപ്പോലെ, ജീവികളെപ്പോലെ നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നു പോകാനുള്ളവരല്ല. മറിച്ച് നമ്മുടെ ഈ ജീവിതം വഴി നമുക്കൊരു ലക്ഷ്യം നേടാനുണ്ട്, ഒരു ലക്ഷ്യത്തിലെത്താനുണ്ട്. ഈ ഒരു അറിവും തിരിച്ചറിവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കാൻ പറയുന്നത്, ഉണർവുള്ളവരായിരിക്കാൻ പറയുന്നു. ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാൻ ഈശോ നമ്മളോട് പറയുകയാണ്. ഇത് നമ്മൾ ഓരോരുത്തരും ഇന്ന് യേശുവിൻ്റെ അധരങ്ങളിലൂടെ ഈ വാക്ക് കേൾക്കണം. ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്. കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന നമ്മളോട് ഈശോ പറയും, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കാൻ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവേൻ. മനുഷ്യജീവിതത്തിൽ ആഗ്രഹങ്ങൾ സ്വാഭാവികമാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. അങ്ങനെയുള്ള മനുഷ്യർ നിഷ്കർമ്മികളായിരിക്കും, മാത്രമല്ല നിസ്സംഗരായിരിക്കും. ഒരു തരം ഇൻഡിഫറൻറ്റ് ടൈപ്പ്. ഒരാഗ്രഹവും ഇല്ല, ജീവിതത്തെ ഒന്നും നേടണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ജീവിതം ഈ വെള്ളത്തിലൊഴുകുന്ന പായൽ പോലെ നിൽക്കുക, എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു, അല്ലാണ്ട് ജീവിതത്തിനൊരു ലക്ഷ്യമില്ല. എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹമില്ല. ഒരു ഡ്രൈവില്ലാത്ത മനുഷ്യർ, ഒരു പുഷില്ലാത്ത മനുഷ്യർ, ജീവിതത്തിനൊരു ഉണർവില്ലാതെ ജീവിതം നയിക്കുന്ന മനുഷ്യർ. എന്നാൽ ഈശോ പറയുകയാണ്, ആഗ്രഹങ്ങൾ വേണം, എന്നാൽ എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ഈശോ നമ്മളെ ഉപദേശിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ, അനാവശ്യങ്ങൾ. ഇപ്പോൾ ചില കാര്യങ്ങൾ അത്യാവശ്യമാണ്, ചില കാര്യങ്ങൾ ആവശ്യങ്ങളാണ്, ചില കാര്യങ്ങൾ അനാവശ്യങ്ങളാണ്. 3 തരത്തിൽ ആവശ്യങ്ങൾ വരും. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ. അത് നമ്മൾ ചെയ്തേ പറ്റൂ, അത് ആ കാര്യങ്ങൾ നേടിയേ പറ്റൂ, അത്യാവശ്യമുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ, ഇപ്പോൾ വസ്ത്രം ആവശ്യമുള്ള കാര്യമാണ്, എന്നാൽ നമ്മുടെ കപ്പാസിറ്റിക്കും നമ്മുടെ ജീവിതാവസ്ഥയ്ക്കും നമ്മുടെ ജീവിത സാഹചര്യത്തിനും സാമ്പത്തിക സ്ഥിതിക്കും യോജിച്ച തരത്തിലായിരിക്കണം ആ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത്. ഇപ്പോൾ പണമില്ലാത്ത ഒരാൾ, ആ കുടുംബത്തിലംഗം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം, ആവശ്യങ്ങൾ നിറവേറ്റണം, പക്ഷെ നമ്മുടെ കഴിവിനനുസരിച്ച്. എന്നാൽ ആ മനുഷ്യൻ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ
പണം ചെലവാക്കുമ്പോൾ, ആവശ്യത്തിൽ ഉപരിയായിട്ട് പണം ചെലവാക്കുമ്പോൾ അത് അസ്വസ്ഥതയുണ്ടാക്കും. അതാണ് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുക എന്ന് നമ്മൾ പറയുന്നത്. 500 രൂപയുടെ ഒരു ഉടുപ്പ് മേടിക്കേണ്ട ആൾ 5000 രൂപയുടെ ബ്രാൻഡഡ് ഉടുപ്പ് മേടിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അനാവശ്യമായിട്ട് മാറി. കണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വേണം, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ചില അറുതികൾ വേണം, നിയന്ത്രണങ്ങൾ വേണം. അതാണ് ഈശോ പറഞ്ഞത്, അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും അതെ, അത്യാഗ്രഹങ്ങൾ മനുഷ്യനെ വേറൊരു തലത്തിലേക്ക് നയിക്കും, ദുർമോഹങ്ങളിലേക്ക് നയിക്കും. അങ്ങനെ അവൻ അപകടങ്ങളിലും അസ്വസ്ഥതകളിലും ചെന്ന് വീഴുകയും ചെയ്യും. അത്യാഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ന്യായമല്ലാത്ത വഴികൾ തേടുക പോലും ചെയ്യും ചിലർ. അങ്ങനെ അപകടത്തിലുണ്ടാകും, ജീവിതം തന്നെ അസ്വസ്ഥതയിലാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈശോ ഭോഷനായ ധനികൻ്റെ ഉപമ പറയുന്നത്. ഒരു ധനികന് ഒരു വർഷം പ്രത്യേകമായി വിളവ് ലഭിക്കുകയാണ്. കർത്താവ് പറഞ്ഞുകൊണ്ട് ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ പ്രതീക്ഷിക്കാത്തൊരു അനുഗ്രഹം വരികയാണ്. ആ അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഈ വിളവുകൾ സംഭരിക്കാനുള്ള അറപ്പുരകൾ എനിക്കില്ല, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ അസ്വസ്ഥമാകുകയാണ്. അവന് ഉറക്കമില്ല. കാരണം എന്താ? വിളവ് ധാരാളമായി ലഭിച്ചിരിക്കും. ചിലർക്ക് ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ശമ്പളമുള്ള ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, അസ്വസ്ഥരാകുന്നു. പക്ഷെ കർത്താവ് പറയുകയാണ്, അവൻ മനസ്സിൽ മനോഗതം ചെയ്തത്, ഞാനൊരു അറപ്പുര, എൻ്റെ അറപ്പുരകൾ പൊളിച്ചു പണിയും, വലുതാക്കി പണിയും. ഈ ധാന്യമെല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ശേഖരിക്കും. ആ ധാന്യങ്ങൾ കൊണ്ട് വർഷങ്ങൾ ജീവിക്കാനുള്ള ധാന്യം ഈ വർഷം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഞാൻ സുഖിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കും. ആരാ എന്നോട് ചോദിക്കുക? എനിക്ക് കഷ്ടപ്പെടേണ്ട, വർഷങ്ങൾക്കുള്ള വിളവ് എനിക്ക് ലഭിച്ചിരിക്കും. അപ്പോഴാണ് ഈശോ പറയുന്നത്, എന്നാൽ ആ രാത്രിയിൽ, ഇവനിതെല്ലാം തീരുമാനിച്ച രാത്രിയിൽ ദൈവം അവനോട് പറയുകയാണ്, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിച്ചാൽ ഈ ധനമെല്ലാം, ഈ സമ്പത്തെല്ലാം, ഈ ധാന്യമെല്ലാം ആരുടേതാകും? നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു വചനമാണ്. നമ്മൾ നേടുന്ന സമ്പത്ത്, നമ്മൾ സമ്പത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല, സമ്പത്ത് നമുക്ക് വേണ്ടിയാകണം. അതാണ് ഈശോയുടെ പ്രമാണം. അല്ലാതെ സമ്പത്ത് നേടാൻ വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച ജീവിതം കളയരുത്. ഈശോ പറയുകയാണ്, ഇവന് ഇതെല്ലാം അറപ്പുരകളെല്ലാം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. പക്ഷെ ആ രാത്രിയിൽ അവൻ്റെ ആത്മാവിനെ ദൈവം തിരിച്ചു വിളിച്ചാൽ എന്ത് സംഭവം? ആ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? ഈ ധനമെല്ലാം ആരുടേതാകും? അപ്പോൾ ഉടനെ കർത്താവ് അതിലൂടെ പറയുകയാണ്, സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്താൻ സാധിക്കാതെ, അതിനുവേണ്ടി കരുതലില്ലാതെ ജീവിച്ചാൽ, മരണശേഷം ഉള്ള ജീവിതത്തിന് സമ്പാദ്യങ്ങൾ നേടാൻ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, സമ്പത്ത് നേടാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ, മരണശേഷമുള്ള ജീവിതം നമുക്ക് ദുരിതമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പത്തുകൾ നേടാനായി ഓടി നടക്കുമ്പോഴും നിത്യതയെക്കുറിച്ച് ഓർമ്മയുള്ളവരായി, സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരായി ജീവിക്കുവാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കാനും, നമ്മളോട് ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കാനും സാധിക്കട്ടെ. എൻ്റെ ജീവിതം സമ്പത്തിന് വേണ്ടിയുള്ളൊരു ജീവിതമാണോ, അതോ ജീവിതത്തിന് വേണ്ടി സമ്പത്ത് നേടാനുള്ളൊരു പരിശ്രമമാണോ എൻ്റേത്? എൻ്റെ സമ്പത്തുകൾ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ നേടാനുള്ള വഴികൾ ഞാൻ ആരായുന്നുണ്ടോ? എൻ്റെ സമ്പത്ത് പൂർണ്ണമായി എൻ്റേതല്ല, ദൈവം എനിക്ക് തന്നതാണെന്ന ബോധ്യത്തോടു കൂടി, ആ സമ്പത്തിൻ്റെ കാവൽക്കാർ മാത്രമാണ് ഞാനെന്ന ബോധ്യത്തോടു കൂടി ആ സമ്പത്ത് വിനിയോഗിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാറ്റിനും ഉപരി ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് സമ്പാദ്യങ്ങൾ നേടാനുള്ളൊരു ശ്രദ്ധ ഞാൻ കാണിക്കുന്നുണ്ടോ എന്ന് കൂടി ഈ ദിവസം നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വലിയ ഉപദേശം, നമ്മുടെ ജീവിതത്തിന് നൽകുന്ന വലിയ ഉപദേശം ഹൃദയത്തിൽ സ്വന്തമാക്കി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഈശോ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും അങ്ങനെ കാണുന്നുണ്ടല്ലോ. കർത്താവ് ഞങ്ങളോട് പറഞ്ഞ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. നിത്യതയെക്കുറിച്ച് ചിന്തയുള്ളവരായി ജീവിക്കുവാൻ, ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരായി വ്യാപരിക്കുവാൻ, അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ, അത്യാഗ്രഹങ്ങൾ പെട്ടുപോകാൻ അങ്ങനെ അനുവദിക്കരുത്. ഈ ലോകത്തിലെ എല്ലാ കഴിവുകളും നന്മകളും അനുഗ്രഹങ്ങളും സമ്പത്തും എല്ലാം അങ്ങ് തന്നതാണെന്ന തിരിച്ചറിവോടുകൂടി, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ കൂടി നേടുവാനുള്ളതാണെന്നുള്ള ഓർമ്മയോടുകൂടി ആ സമ്പത്ത് വിനിയോഗിച്ച് നിത്യതയിലേക്ക് വേണ്ട സമ്പാദ്യങ്ങൾ കൂടി സ്വീകരിക്കുവാൻ, ഒരുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഇതിന് വിരുദ്ധമാകുന്ന എല്ലാ ചിന്തകളിൽ നിന്നും മനോഭാവങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ എല്ലാവരെയും മോചിക്കുകയും അവിടുത്തെ വിശുദ്ധ വചനത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.